എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERTയിലെ സഞ്ജയൻ എന്ന ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്മൃതിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീരാം ശർമ്മയാണ്. അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു കാര്യം ഇവിടെ കഥയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. सन 1980 ईस्वी की बात है. दिसंबर का आखिर या जनवरी का प्रारंभ होगा. 1908 നടന്നൊരു സംഭവമാണ്. ഡിസംബർ കാ ആഖിർ, അതായത് ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെയോ അല്ലെങ്കിൽ ജനുവരി കാ പ്രാരംഭ ഹോക, ജനുവരിയിൽ സ്റ്റാർട്ടിങ്ങിലോ ആകാം. അതായത് ഡിസംബറിലെ എൻഡിലോ അല്ലെങ്കിൽ ജനുവരിയിൽ സ്റ്റാർട്ടിങ്ങിലോ സംഭവിച്ചൊരു കാര്യം. ചില്ല ജാടാ പടാ രഹാദ. ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ താഴെ മീനിങ് ഉണ്ട്. ഖടി സർദി, നല്ല ശക്തമായ തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. 2-4 दिन पूर्व कुछ बूंदाबांदी हो गई थी. 2-4 ദിവസം മുമ്പ് കുച്ച് ബൂന്താബാന്തി, കുറച്ച് ബൂന്താബാന്തി എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇസിലിയെ ശീതയ്ക്ക് ഭയങ്കരത ഓർബി ബെഡ് ഗെയ്തി, അതുകൊണ്ട് എന്താണ്, തണുപ്പ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പിൻ്റേതായ ആ കാഠിന്യം ഭയങ്കര കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. സായങ്കാലത്തെ 3:30 या 4 बजे होंगे. വൈകുന്നേരത്തെ 3:30, 3:30 അല്ലെങ്കിൽ 4 മണിയോ ആ സമയം കൈ സാത്തിയോं के साथ में ജർബേരി के बेर तोड़ कर खा रहा था की. കുറേ ഫ്രണ്ട്സായിട്ട് ഞാൻ എന്ത് ചെയ്തു, ജർബേരി എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഇങ്ങനെ പറിച്ച്, തോട്ട്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ക്രീപ്പറിൽ നിന്നും സ്ട്രോബെറി ഇങ്ങനെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാവ് കെ പാസേ ഏക് ആത്മീനെ, ഗ്രാമത്തിനടുത്തുള്ള ഒരു വ്യക്തി ജോർസെ പുക്കാര, എന്നെ ഉറക്കെ വിളിച്ചു. എന്താ പറഞ്ഞത്? തുമാരെ ബായി ബുലാ രഹേ ഹേ, നിന്റെ ബായി വിളിക്കുന്നുണ്ട്. ശീഘ്രഹി ഗർ ലൗട്ട് ജാവോ, വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുമോ. മേ ഗർക്കോ ചലനേലേക്ക, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. സാത്മേ ചോട്ടാ ബായി ബീദാ, എൻ്റെ കൂടെ എൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. ബായി സാഹബ് കി മാർക്ക ഡർദ, ബായി സാഹബ് എന്നെ അടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇസിലിയെ സഹമാ ഹുവാ ചലാ ജാത്താത, അതുകൊണ്ട് എങ്ങനെയാണ് സഹമാത എന്ന് പറഞ്ഞാൽ വളരെയധികം പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സമജ്മേ നഹി ആത്താതാക്കി കോൺസാ കസൂർ ബൻ പട, എനിക്കറിയില്ല ഞാൻ എന്ത് കസൂർ എന്ന് പറഞ്ഞാൽ തെറ്റ്, ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്, എനിക്ക് യാതൊരു ഓർമ്മയില്ല. ഡർത്തെ ഗർമേ ഗുസ, അങ്ങനെ പേടിച്ച് ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്കെത്തി. ആശങ്കാദിക്ക് ബേർഗാനേക്ക് അപരാധമേഹി തോ പേശി നാഹോ, എന്തായിരുന്നു, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. ഇനി ഈ ക്രീപ്പറിൽ നിന്നും ഈ ജർബരി, അതായത് വയലിൽ പോയിട്ട് ഈ സ്ട്രോബെറി പറിച്ച് കഴിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കുമോ, അത് അറിഞ്ഞിട്ടായിരിക്കുമോ ബായി എന്നെ വിളിക്കുക. പേശി എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആകാൻ പറഞ്ഞേക്കണം, അതായത് ബായിയുടെ മുന്നിൽ വരാൻ പറഞ്ഞിരിക്കുന്നത് ഇനി അതുകൊണ്ടായിരിക്കുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. पर आंगन में बाई साहब को पत्र लिखते पाया. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ എന്താ കണ്ടത്? മുറ്റത്ത് നിന്നും ബായി സാഹബ് ലെറ്റർ എഴുതുന്നതാണ് കണ്ടത്. ആ പിട്നേക്ക ബൈ ദൂർ ഹുവ, അത് കണ്ടപ്പോൾ എന്താണ്, എനിക്ക് ഇനി അടി കിട്ടും എന്നുള്ള പേടിയൊക്കെ മാറി. ഹമേ ദേക്കർ ബായി സാഹബിനെ കഹാ, ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ബായി സാഹബ് പറഞ്ഞു, ഇൻ പത്രോം കോ ലേ ജാക്കർ മക്കൻപൂർ ടാഗാനെ മേ ഡാലാവോ. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്താ പറഞ്ഞത്, ഈ ലെറ്ററെല്ലാം കൊണ്ടുപോയി മക്കൻപൂരിലുള്ള ടാഗാനെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ടിട്ട് വരാൻ പറഞ്ഞു. തേസിസെ ജാന, വളരെ സ്പീഡിൽ പോകാൻ പറഞ്ഞു. ജിസസെ ഷാം കി ടാക് മേ ചിട്ടിയാൻ നിക്കൽ ചായ, എന്തിനാ അങ്ങനെ സ്പീഡിൽ പോയിട്ട് വരാൻ പറഞ്ഞത്? ഇന്നത്തെ വൈകുന്നേരത്തെ പോസ്റ്റിൽ തന്നെ അത് പോകണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. പിറ്റേ ദിവസമൊക്കെ ആയാലും പിന്നെ ലേറ്റ് ആവുമല്ലോ. ബെഡി ജറൂരി ഹേ, ഇത് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ വളരെ സ്പീഡിൽ പോയിട്ട് വരാൻ ബായി പറഞ്ഞു. ജാഡേക്ക് ദിൻദേഹി, നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. തിസ് പർ ഹവാക്കെ പ്രകോപസെ കമ്പി ലഗ്രഹീതി, ശരീരമൊക്കെ എങ്ങനെയാണ്, തണുപ്പ് കൊണ്ട് വളരെയധികം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹവ മജ്ജ തക് ടിട്ടൂര രഹീതി, കാറ്റ്, ഈ തണുത്ത കാറ്റ് മജ്ജ എന്ന് പറഞ്ഞാൽ ഹട്ടി, അതായത് നമ്മുടെ എല്ലുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു. അത്രയ്ക്കധികം ഫ്രീസിങ്, ടിട്ടൂര എന്ന് പറഞ്ഞാൽ ഫ്രീസിങ്, എല്ലുകളെ വരെ എന്താക്കിയിരുന്നു, ഫ്രീസിങ് ആക്കുന്ന തണുപ്പായിരുന്നു. ഇസിലെ ഹംനെ കാനോക്കോ ധോത്തി സെ ബാന്ത്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ചെവികളെല്ലാം ഒരു തുണി കൊണ്ടിങ്ങനെ അടച്ചു വെച്ചു. മാനെ ബുഞ്ചാനി കെലിയെ ദോടെ ചാനെ ഏക്ക് ധോത്തി മേ ബാന്ത് ദിയെ, അമ്മ എന്ത് ചെയ്തു, പോകുന്ന വഴിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്, തണുപ്പല്ലേ,
അപ്പം ചൂടാക്കിയ ചന ഒരു കടല ചെറിയൊരു തുണിയിൽ പൊതിഞ്ഞു തന്നു, ധോത്തിയിൽ പൊതിഞ്ഞു തന്നു. ഹം ദോനോ ഭായി അപ്പന അപ്പന ടണ്ടാലേക്ക് ഗർസെ നിക്കൽപ്പടെ. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും അവരവരുടേതായ ടണ്ട എന്ന് പറയുന്നത് മരത്തിൻ്റെ വടീനെയാണ് ടണ്ട എന്ന് പറയുന്നത്. അത് ഈ വില്ലേജിലുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലൊരിങ്ങനെ വടി പിടിക്കും, അതായത് വല്ല ആനിമൽസ് ഒക്കെ വന്നാൽ അടിക്കാനോ ഓടിക്കാനൊക്കെ ആയിട്ട്. അതിനെയാണ് ടണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരവരുടേതായ വടിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. उस समय उस बबूल के टंडे से जितना मौदा उतना इस उम्र में റൈഫിൾ से नहीं. ആ സമയത്ത് എനിക്ക് ഈ ബബൂൽ കെ ടണ്ട എന്ന് പറഞ്ഞാൽ, ബബൂൽ എന്ന് പറഞ്ഞാൽ അക്വേഷ്യ മരമാണ്. ആ അക്വേഷ്യ മരത്തിൻ്റെ വടിയാണ് ഇപ്പോൾ അത്. അപ്പോൾ എത്രയധികം ഇഷ്ടമായിരുന്നു ആ സമയത്ത് ലേഖകന് ഈ ബബൂൽ കെ ടണ്ട എന്ന് പറഞ്ഞാൽ. അത്രം എന്താണ് റൈഫിൾ എന്ന് പറഞ്ഞാൽ തോക്കിനോടുണ്ടായിരുന്നില്ല. കാര്യം ഒരു തോക്ക് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ വടീനെ കൊണ്ട് അന്ന് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് എന്താണ് എനിക്ക് തോക്കിനേക്കാളും എന്തായിരുന്നു ഇഷ്ടം, അത്രയധികം ഇഷ്ടമായിരുന്നു ഈ വടീനോടൊന്ന്. മേരെ ടണ്ട അനേക സാമ്പ് കേലിയെ നാരായൺ വാഹൻ ഹോ ചുക്കാത. എൻ്റെ വടി എന്താണ് ധാരാളം പാമ്പുകൾക്ക് ഒരു നാരായൺ വാഹൻ ആയിട്ടുണ്ടായിരുന്നു. നാരായണൻ്റെ വാഹനം എന്താണ് ഗരുഡൻ്റെ ശത്രു ആരാണ്, പാമ്പ്. അപ്പോൾ അതായത് അതുപോലെ തന്നെ ഉപകാരപ്പെട്ടൊരു സാധനമായിരുന്നു നാരായണൻ. എങ്ങനെയാണ് ഗരുഡൻ ഉപകാരപ്പെട്ടത് അതുപോലെ തന്നെയായിരുന്നു ഈ വടി ലേഖകന് ഉപകാരപ്പെട്ടതാണ് ഇത് ഈ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. मक्कनपुर के स्कूल और गांव के बीच पढ़ने वाले आम के पेड़ों से प्रतिवर्ष उससे आम चुरे जाते थे. മക്കൻപൂരിലും അതുപോലെ തന്നെ ആ ഗ്രാമത്തിനും നടുക്കുള്ള കുറേ വഴികളിൽ കുറേ മാവ് മരങ്ങളുണ്ടെന്ന്. ആം കെ പേടെന്ന് പറഞ്ഞാൽ മാങ്ങയുണ്ടാവുന്ന മരങ്ങൾ, മാവ് മരങ്ങളുണ്ട്. അവിടെ നിന്നും പ്രതിവർഷം എല്ലാ വർഷവും ഉസസെ ആം ചുരേ ജാത്തേതെന്ന്, അതിൽ നിന്നും മാങ്ങ ഇങ്ങനെ ചുരുണാന്ന് പറഞ്ഞാൽ പറിക്കുക എന്നർത്ഥം. ഇസ് കാരൻ വ മൂഗ് ഡണ്ട സജൂസ പ്രതീതി ഹോത്തത. അതുകൊണ്ട് എന്താണ് മൂഗ് ഡണ്ട എന്ന് പറഞ്ഞാൽ എന്താ, ഈ വടി കൊണ്ടാണ് അവർ ഇങ്ങനെ എറിഞ്ഞിട്ടാണ് ഈ മാങ്ങയൊക്കെ പറിക്കുന്നത്. അപ്പം ഇത് ഈ മൂഗെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, വടി എന്നാലും സംസാരിക്കലില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അത് സജീവമാണെന്ന്, അതായത് ലൈവായിട്ടാണ് എപ്പോഴും കണ്ടിരുന്നത്. കാര്യം ഒന്നിലേ പാമ്പിനെ കൊല്ലാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ മാങ്ങ എറിയാനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഫുൾ ടൈം ആ വടി ആക്റ്റീവാണ്. ജീവനുള്ള വസ്തുവിനെ പോലെ തന്നെയാണ് ആ വടി ഇരിക്കുന്നതെന്നാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസന്നവദൻ ഹം ദോനോ മക്കൻപൂർ കി ഓർ തേസി സി ബണ്ണയിലേക്ക്. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വളരെ സ്പീഡിൽ മക്കൻപൂരിലേക്ക് പോകാൻ തുടങ്ങി. ചിട്ടിയൊക്കെ മേനെ ടോപ്പിമേ രക്ലിയ. ചിട്ടികൾ എന്ത് ചെയ്തു, ലെറ്ററുകൾ ഞാൻ എൻ്റെ തൊപ്പിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഞാനത് എൻ്റെ തലയിലേക്ക് തൊപ്പി വെച്ചു. ക്യോങ്കി കുർത്തയമേ ജേബ് നദി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, കുർത്തയിൽ എനിക്ക് പോക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഹം ദോനോ ഉജലത്തെ ഗൂദത്തെ ഏക് ഹി സാസ് മേ ഗാവ് സെ 4 ഫർലോങ് ദൂർ उस कुएं के पास आ गए जिसमें एक അതിഭയങ്കര കാലാ സാമ്പ് പടാ ഹുവാ था. ഞങ്ങൾ രണ്ടുപേരും ഉജ്ജലത്തെ കൂത്തെ എന്ന് പറഞ്ഞാൽ വളരെയധികം തുള്ളിച്ചാടിക്കൊണ്ട് ഏക് ഹി സാസ്മേ ഒരേ ശ്വാസത്തിൽ ഗാവ്സെ 4 ഫർലോങ് ഗ്രാമത്തിൻ്റെ 4 ഫർലോങ് ദൂരത്തിലെത്തി. അവിടെ എന്തുണ്ടായിരുന്നു, ഉസ് കുവേക്കെ പാസ് 4 ഫർലോങ് ദൂരത്തിൽ ഒരു കിണറിൻ്റെ അടുത്ത്, കുവ എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ അടുത്ത് എത്തി. ജിസ്മേക്ക് അതിഭയങ്കര കാലാസാമ്പ്. അവിടെ എന്താണ് വളരെ ഭയങ്കരനായ ഒരു കറുത്ത പാമ്പ് ആ കുളത്തിൽ ആ കിണറ്റിലുണ്ടായിരുന്നു. പടാഹുവാത എന്ന് പറഞ്ഞാൽ ആ കിണറ്റിലുണ്ടായിരുന്നു. കുവ കച്ചാത, കിണർ എങ്ങനെയുള്ളായിരുന്നു, വളരെ അഴുക്ക് നിറഞ്ഞതായിരുന്നു. ഒരു 24 ഹാത്ത് ഗഹരാത, 24 അടി ആഴം ആ എന്തിനുണ്ടായിരുന്നു, കിണറിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ 24 അടി എന്ന് പറഞ്ഞാൽ നമ്മൾ മുല്ലപ്പൂവൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ നമ്മുടെ കൈപ്പത്തിയിൽ ഇങ്ങനെ വെച്ചിട്ട് അളക്കുമല്ലോ, കയ്യടി അളക്കുമല്ലോ, അതാണ് ഈ 24 ഹാത്ത് എന്ന് പറയുന്നത്. അത്ര 24 അടി താഴ്ചയുള്ള ഒരു കിണറായിരുന്നു. കിണറാണെങ്കിൽ വൃത്തിയൊന്നും ഇല്ലാത്ത ഇങ്ങനെ അഴുക്ക് നിറഞ്ഞ കിണറായിരുന്നു. ഉസ്മേ പാനീനാഥ, അതിൽ വെള്ളവും ഉണ്ടായിരുന്നില്ല. ഉസ്മേ നജാനെ സാമ്പ് കൈസെ ഗിർഗയാത, അതിലെങ്ങനെയാണോ പാമ്പ് വീണതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം കുച്ച് ബി ഹോ, കാരണം എന്തെങ്കിലും ആട്ടെ, അതൊന്നും നമുക്കറിയില്ല. ഹമാര ഉസ്കെ കുവേമേ ഹോനേക്ക ഞാൻ കേവൽ 2 മഹീനേക്കേതാ. അവിടെ അങ്ങനൊരു പാമ്പ് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ബച്ചെ നട്കഡ് ഹോത്തി ഹി ഹേ,
കുട്ടികൾ എന്താണ് ബച്ചെ നട്കഡ് ഹോത്തി ഹെ. നട്കഡ് എന്ന് പറഞ്ഞാൽ വികൃതി. കുട്ടികൾ ഭയങ്കര വികൃതികളായിരിക്കും. മക്കൻപൂർ പഠനെ ജാനെ വാലി ഹമാരി ടോലി പൂരി ബാനർ ഹോ ടോലി ദി. ടോലി എന്ന് പറഞ്ഞാൽ കൂട്ടം. മക്കൻപൂരിൽ പഠിക്കാൻ പോകുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളും എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ആ ഗ്രൂപ്പ് തന്നെ എങ്ങനെയായിരുന്നു? വാനരന്മാരായിരുന്നു. കുട്ടിക്കുരങ്ങന്മാരുടെ ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഭയങ്കര വികൃതികളായിരുന്നു എന്നാണ് പറയുന്നത്. എക് ദിൻ ഹം ലോഗ് സ്കൂൾ സെ ലൗട്ട് രഹേ ദേക്കി ഹംകോ കുവേ മേ ഉചക്നെ കി സൂചി. ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ആ കിണറിൻ്റെ അടുത്തേക്ക്, ഉചക്കന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാലെത്തി പിടിച്ചിട്ട് ഇങ്ങനെ എത്തി നോക്കുമല്ലോ. കിണറൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ എത്രത്തോളം ആഴം ഉണ്ടെന്നൊക്കെ നോക്കാനായിട്ട് നമ്മളിങ്ങനെ വിരലുകളിങ്ങനെ, കാലിൻ്റെ വിരലുകളിങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ എത്തി നോക്കും. അതിനാണ് ഉചക്കന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കി. സബ്സെ പോലെ ഉചക്കനെ വാല മേഹിത. ആദ്യം തന്നെ എന്താണ്, ഞാനായിരുന്നു ആദ്യം ഇങ്ങനെ എത്തി നോക്കാനായിട്ട് തയ്യാറായി നിന്നത്. കുവേ മേ ജാങ്ക് കർ ഏക്ക് ടേല ഫേങ്കാക്കി ഉസ്കി ആവാസ് കൈസി ഹോത്തി ഹേ. അപ്പം ഞങ്ങൾക്കൊരു രസം തോന്നി. ആ കിണറ്റിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ഒരു ഡേല എന്ന് പറഞ്ഞാൽ കല്ല് എറിഞ്ഞാൽ, ഫേങ്കിന എന്ന് പറഞ്ഞാൽ എറിയുക. അപ്പോൾ ഒരു കല്ല് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് കല്ല് വീഴുമ്പോൾ അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഉസ്കെ സുന്നേക്കെ ബാദ് അപ്നി ബോലിക്ക് പ്രതിധ്വനി സുന്നേക്ക് ഇച്ഛാതി. ഇനി അത് കേട്ടതിന് ശേഷം പിന്നെ ഒരു ആഗ്രഹം എന്തായിരുന്നു? ഞങ്ങൾ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒച്ചയുണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ എത്തി നോക്കിക്കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒച്ചയുണ്ടാക്കി കഴിഞ്ഞാൽ പ്രതിധ്വനി, അതിൻ്റെ എക്കോ എങ്ങനെയാണെന്നുള്ള അറിയാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. പർ കുവമേ ജോഹി ടേല ഗിര. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എപ്പോഴാണോ ആ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് കല്ലെറിഞ്ഞത്, ത്യോഹി അപ്പോൾ തന്നെ ഏക്ക് ഫുസ്കാർ സുനായി പടി. ഒരു ഫുസ്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാമ്പൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ, ഫിസ് ഫിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൗണ്ട് കേട്ടു. കുവയ്ക്ക് കിനാരെ ഗഡേ ഹുയെ ഹം സബ് ബാല പഹലെ തോ ഉസ് ഫുസ്കാർ സെ ऐसे चकित हो गए जैसे किलोले करता हुआ मृग समूह അതിസമീപ് കെ കുത്തേക്ക് ബോങ്ക് സെ ചകിത് ഹോ ജാത്താ ഹെ. ഇവിടെ എന്താ പറയുന്നത്? കുവയ്ക്ക് കിനാരെ ഗഡേ ഹുയ, കിണറിൻ്റെ അരികത്ത് നിന്നിരുന്ന ഞങ്ങൾ എല്ലാ ആൺകുട്ടികളും, ഞങ്ങൾ സബ് ബാലക എല്ലാ കുട്ടികളും, പഹലേത്തോ ആദ്യം തന്നെ ഉസ് ഫുസ്കാർസെ ആ ഫിസ് ഫിസ് ശബ്ദത്തിൽ ചകിത് ഹോഗയെ എന്താണ് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. ജയ്സെ എങ്ങനെയാണ് ആശ്ചര്യപ്പെട്ടത്? കിലോലെ എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, ഗേൽന എന്നാണ് അർത്ഥം. താഴെ മീനിങ് ഉണ്ട് ഗേൽന, കളിച്ചുകൊണ്ടിരിക്കുന്ന മൃഗസമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? മാൻകൂട്ടങ്ങൾ. കളിച്ചുകൊണ്ടിരിക്കുന്ന മാൻകൂട്ടത്തിൻ്റെ അടുത്തേക്ക് സമീപക്കെ കുത്തേക്ക് ബോങ്ക്, കുറച്ച് പട്ടികൾ കുരച്ച്, ബോങ്ക് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക. കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൻ്റെ അരികിലേക്ക് കുരച്ചുകൊണ്ടൊരു പട്ടി വന്നു കഴിഞ്ഞാൽ, കുറേ പട്ടികൾ വന്നു കഴിഞ്ഞാൽ ആ മാനുകൾ എങ്ങനെയാണോ ചകിത് ഹോജാത്താഹെ, എങ്ങനെയാണോ പേടിക്കുന്നത്, അതുപോലെയാണ് ഞങ്ങളും പേടിച്ചതെന്ന്. ഉസ്കെ ഉപരാൻ സബീനെ ഉജൽക്കർ ഏക് ടേല ഫേങ്ക. ഇതെല്ലാം ആണെങ്കിലും അതിനുശേഷം എന്ത് ചെയ്തു? പേടിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് ഓരോരോ കല്ലുകൾ എറിയാനായിട്ട് തുടങ്ങി. കുവേസി ആനേവാലി ക്രോധപൂർണ്ണ ഫുസ്കാർ പർ കഹേ ലഗായെ. ഇത് ഓരോ കല്ലെറിയുമ്പോഴും ഇത് ആർക്കിട്ടാണ് കൊള്ളുന്നത്? പാമ്പിനിട്ടാണ് കൊള്ളുന്നത്. അപ്പോൾ പാമ്പ് എന്ത് ചെയ്തു? ദേഷ്യം കൊണ്ട് അതിങ്ങനെ ഒച്ചയുണ്ടാക്കാൻ, ഫിസ് ഫിസ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ദേഷ്യത്തോടെ, ക്രോധപൂർവ്വം വളരെ ദേഷ്യത്തോടു കൂടി ഫുസ്കാർ പർ അങ്ങനെ ചീറ്റാൻ തുടങ്ങി. അത് കേട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അത് ഭയങ്കര കഹേ ലഗായ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വളരെയധികം എൻജോയ് ചെയ്തു എന്ന്. ഇവർക്ക് പിന്നെ അതൊരു രസമായി. गांव से मक्कनपुर जाते और मक्कनपुर से लौटते समय प्रायः प्रतिदिन ही कुएं में डाले जाते थे. വില്ലേജിൽ നിന്നും ഈ ഗ്രാമത്തിൽ നിന്നും മക്കൻപൂരിലേക്ക് പോകുമ്പോഴും തിരിച്ചു മക്കൻപൂരിൽ നിന്നും തിരിച്ച് ഗ്രാമത്തിലേക്ക് വരുമ്പോഴും ലൗട്ടെ സമയം ക്രമേണ പ്രായഃ പ്രതിദിന എല്ലാ ദിവസവും ഈ കിണറിൻ്റെ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഡാലെ ഈ
ഡേലെ ഡാലെ ജാത്യത ഇവരിങ്ങനെ കല്ലെറിയാൻ തുടങ്ങി. അതവർക്ക് പിന്നെ ഒരു ഹാബിറ്റായി മാറി. മേത്തോ ആകെ ഭാഗക്കർ ആ ജാത്തത. ഈ കിണറിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഓടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ടോപ്പിക്കോ ഏക്ക് ഹാത്ത് സെ പകടുക്കുക. തൊപ്പി ഉണ്ടാവും തലയിൽ, അതിങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ദൂസരെ ഹാത്ത് സെ മറ്റേ കൈ കൊണ്ട് ടേല ഫെങ്താത കല്ലെറിയുമായിരുന്നു. അതായത് തൊപ്പി ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കല്ലെടുത്തിട്ട് എറിയുക, അല്ലെങ്കിൽ തൊപ്പി താഴേക്ക് പോകുമല്ലോ. ഈ റോസാനാക്കി ആദസി ഹോഗെയ്ത, ഇതൊരു ഡെയിലി ഒരു റുട്ടീനായി മാറി, അതൊരു പിന്നെ ഒരു രസമായി മാറി. സാമ്പ് സെ ഫുസ്കാർ കർവാലേന മേ ഉസ് സമയ ബെഡ കാം സംസ്ഥാത. കല്ലെറിഞ്ഞ് പാമ്പിനെ കൊണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് ഞാൻ വളരെ ഒരു ക്രെഡിറ്റായിട്ട് വലിയൊരു എന്താണ് സംഭവമായിട്ട് വലിയൊരു ക്രെഡിറ്റായിട്ട് ഞാൻ കരുതിയിരുന്നു. ഇസ്ലിയെ ജയ്സേ ഹി ഹം ദോനോം ഉസ് കുവേക്ക് ഓർസെ നിൽക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തുകൊണ്ട് ഞങ്ങൾ ആ കിണറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഭായിയായിട്ട് എത്തിയപ്പോഴേക്കും കുവേമേ ഡേല ഫെങ്കിക്കർ ഫുസ്കാർ സുന്നേക്ക് പ്രവൃത്തി ജാഗ്രത ഹോഗയി. പണ്ട് ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പം എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഭായിനെയും കൊണ്ട് വന്നപ്പോഴേക്കും ഭായിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കല്ലെടുത്ത് അതിലേക്ക് എറിഞ്ഞ് അതിൻ്റെ ഒച്ച കേൾക്കാനായിട്ട് ഞാനിങ്ങനെ കേൾപ്പിക്കാനായിട്ട് ശ്രമിച്ചു. മേ കുവേക്ക് ഓർ ബെഡ, ഞാൻ ആ കിണറിൻ്റെ അടുത്തേക്ക് മുന്നോട്ടേക്ക് വന്നു. छोटा भाई मेरे पीछे ऐसे ही लिया जैसे बड़े മൃഗശാവക് കെ പീച്ചെ ചോട്ടാ മൃഗശാവക് ഹോ ലേത്താ ഹെ. എൻ്റെ പുറകെ എൻ്റെ സഹോദരൻ എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്, ഒരു മാനിൻ്റെ വലിയ മാനിൻ്റെ, അതായത് ഒരു അമ്മ മാനിൻ്റെ പിറകിലേക്ക് ഒരു കുട്ടിമാൻ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടി എൻ്റെ ഭായിയും എൻ്റെ കൂടെ വന്നു. കുവയ്ക്ക് കിനാരേസ് ഏക്ക് ഡേല ഉണ്ടായ, ആ കിണറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഞാനൊരു കല്ലെടുത്തു. അവർ ഉച്ചൽക്കർ ഏക്ക് ഹാത്ത് സെ ടോപ്പി ഉതാർത്തേ ഹുയെ. എന്നിട്ട് ചാടി ഇങ്ങനെ ഏങ്ങി നിന്നുകൊണ്ട് ഒരു കൈ കൊണ്ട് ടോപ്പി ഉതാർത്തേ, തൊപ്പി ഇങ്ങനെ എടുത്തു. സാമ്പ് പർ ടേല ഗിരാദിയ, പാമ്പിൻ്റെ ആ കിണറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കല്ലെടുത്തെറിഞ്ഞു. പർ മുച്ച് പർത്തോ ബിജ്ലീസി ഗിർപ്പടി, പക്ഷേ പെട്ടെന്ന് എനിക്ക് ബിജ്ലീസി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെ എനിക്കൊരു ഫീൽ വന്നു. സാമ്പിനെ ഫുസ്കാർ മാരിയാം നഹി, പാമ്പ് ഒച്ചയുണ്ടാക്കിയോ ഇല്ലേ എനിക്കറിയില്ല. ഡേല ഉസേ ലഗായ നഹി, കല്ല് അതിൻ്റെ മേത്ത് കൊണ്ടോ ഇല്ലയോ അതും എനിക്കറിയില്ല. യ ബാത്ത് അബ് തക് സ്മരൺ നഹി, ഇതുവരെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഒന്നും ഓർമ്മയില്ല. ടോപ്പിക്കെ ഹാത്ത് മേ ലേത്തേ ഹി തീനോൻ ചിട്ടിയാം ചക്കർ കാട്ടി ഹുയി കുവേമേ ഗിർ റഹീദി. പെട്ടെന്ന് ഷോക്കാൻ കാര്യം എന്താണ്, ടോപ്പിക്ക് ഹാത്ത് സെ ലേത്തേ ഹി, തലയിൽ നിന്നും തൊപ്പി എടുത്തപ്പോൾ തന്നെ നേരത്തെ എന്താണ് തൊപ്പി ഫ്രീ ആണ്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴെന്താണ് തൊപ്പിൻ്റെ ഉള്ളിൽ ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആവേശത്തിൽ അത് ഓർത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, തൊപ്പി ഇങ്ങനെ കൈകൊണ്ട് എടുത്ത സമയത്ത് തന്നെ ഈ 3 ലെറ്ററുകളും എന്ത് ചെയ്തു, കറങ്ങി ചക്കർ കാട്ടി ഹുയി, അത് കാറ്റത്ത് പറന്ന് എന്ത് ചെയ്തു, ആ കുവേമേ ഗിർ റഹീദി, താഴേക്ക് വീഴുന്നതാണ് കണ്ടത്. അതാണ് പെട്ടെന്ന് ഷോക്കായിട്ട് പോയത്. അകസ്മാത് ജയ്സെ ഘാസ് ചർത്തെ ഹുയെ ഹിരൺ കി ആത്മാ ഗോലി സെ ഹത് ഹോനെ പർ നികൽ ജാത്തി ഹെ. എങ്ങനെയായിരുന്നു, അകസ്മാത് പെട്ടെന്ന് പുല്ല് തിന്നു, ഘാസ് ചർത്തെ ഹുയെ എന്ന് പറഞ്ഞാൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന ഹിരൺ, ഒരു മാൻകുട്ടിയുടെ ആത്മാവിനെ അല്ലെങ്കിൽ ആ മാൻകുട്ടിയെ ഗോലീസെ ഒരു തോക്കുകൊണ്ട് വെടിവെച്ച് ഹത് ഹോനേപ്പർ നിക്കൽ ജാത്തി ഹെ, അതായത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാൻകുട്ടിയെ പെട്ടെന്ന് വെടിവെച്ച് കൊല്ലുമ്പോൾ അതിൻ്റെ ആത്മാവ് എങ്ങനെയാണോ ആ മാൻകുട്ടി എങ്ങനെയാണോ പേടിക്കുന്നത് അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ എന്ന്. അവർ തടത്താറ് ജാത്താഹെ, അതിങ്ങനെ വെടിയേറ്റിങ്ങനെ ഇങ്ങനെ വിറങ്ങലിച്ച് മരിക്കുമല്ലോ, അതിനെയാണ് അതുപോലെ എൻ്റെ ശരീരമായിപ്പോയി. ഉസ് ബാന്തി വേ ചിട്ടിയാം ക്യാ ടോപ്പി സെ നിക്കൽ ഗയി, അതുപോലെ ആയിരിക്കുമോ ഈ ലെറ്ററുകൾ എൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണതെന്നാണ് ചോദിക്കുന്നത്, അങ്ങനെ ആലോചിക്കുന്നത്. ആ മാനിൻ്റെ ജീവൻ പോയ പോലെ എൻ്റെ കയ്യിൽ നിന്നും ഈ തൊപ്പിയിൽ നിന്നും ഈ ലെറ്ററുകൾ താഴെ വീണതാണോ. മേരിത്തോ ജാൻ നിക്കൽ ഗയി, എൻ്റെ ജീവൻ തന്നെ പോയി. ഉൻകെ ഗിർത്തേ ഹി മേനെ ഉൻകോ പകടനെ കെ ലിയെ ഏക് ചപ്പടാ ഭി മാര, അതിങ്ങനെ താഴേക്ക് വീഴുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് പിടിക്കാനായിട്ട് ഒരു ചാട്ടം ചാടി. ടിക് വൈസെ ജൈസെ ഘായൽ ഷേർ ശിക്കാരി കോ പേട് പർ ചട്ടെ ദേഖ് ഉസ് പർ ഹംല കർത്താ ഹെ. എങ്ങനെയാണത്, അതായത് ഘായൽ ഷേർ, അതായത് മുറിവേറ്റ ഒരു പുലിയെ ശിക്കാരി എങ്ങനെയാണ് മരത്തിൽ കയറിയിട്ട്, മരത്തിലിരിക്കുന്ന മുറിവേറ്റ ഒരു പുലി, അതിനെ കൊല്ലാനായിട്ട് ശിക്കാരി ആ മരത്തിലേക്ക് കയറുമ്പോൾ ഈ മുറിവേറ്റ
പുലി രക്ഷപ്പെടാൻ വേണ്ടി അയാളെ ഹംല കർത്താ ഹെ, അയാളെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങും. അതുപോലെ അപ്പോൾ ലെറ്റർ താഴേക്ക് വീഴുന്നുണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കിണറ്റിലേക്ക് വീണാൽ പാമ്പിൻ്റെ കടിയേക്കും. പക്ഷെ അതൊന്നും ഓർക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ലെറ്റർ പിടിക്കാനായിട്ട് ഞാനിങ്ങനെ ചാടാൻ നോക്കിയെന്ന്. അപ്പം അതെങ്ങനെയാണ് അത് ഈ മുറിവേറ്റ പുലി ചെയ്യുന്ന പോലെയായിരുന്നു എന്ന്. പർവേത്തോ പൗഞ്ച് ബാഹർക്കോ പർവേത്തോ പഹൂഞ്ച് സെ ബാഹർ ഹോ ചുക്കീതി. പക്ഷേ അങ്ങനെ ചാടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അത് താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. ഉൻകോ പകടനേക്ക് ഘബരാഹട്ട് മേ സ്വയം ചട്കേക്ക് കാരൻ കുവമേ ഗിർ ഗയാ ഹോത്ത. അത് പിടിക്കാനുള്ള ആ ധൃതിയിൽ അഥവാ ഞാനെങ്ങാനും ആ കിണറ്റിൽ വീണിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അറിയാലോ, പാമ്പിൻ്റെ കടിയേക്കും. അപ്പം അതാണ് പറയുന്നത്, ചട്കേക്ക് കാരൻ കുവമേ ഗിർ ഗയാ ഹോത്ത. കിണറ്റിലെങ്ങാനും വീണാൽ എന്തായിരിക്കും സംഭവിക്കുക, പാമ്പിൻ്റെ കടിയേക്കും. കുവയ്ക്ക് പാട്ട് പർ ബൈറ്റെ ഹം റോ രഹേതെ. എന്ത് ചെയ്തു, അപ്പോൾ ലെറ്ററൊക്കെ എവിടെ പോയി, കെട്ടിൻ്റെ അടിയിലേക്ക് പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. പാടുപ്പർ എന്ന് പറഞ്ഞാൽ വശത്തിരുന്ന്, കിണറിൻ്റെ അരികിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കരയാൻ തുടങ്ങി. ചോട്ടാ ബായി ടാഡേ മാർക്കർ അവർ മേ ചുപ് ചാപ്പ് ആക്കെ ടബാക്കർ. ചെറിയ ബായി എങ്ങനെയാണ്, ടാഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. ചെറിയ കുട്ടിയല്ലേ. ഞാനെങ്ങനെയാണ് വളരെ ചുപ് ചാപ്പ്, ഇങ്ങനെ ഒച്ചയൊന്നും പുറത്ത് വരാണ്ട് ആക്കെ ടബാക്കർ, അതായത് കണ്ണുകൾ അടച്ചിട്ട് പതുക്കെ കരയാൻ തുടങ്ങി, സൗണ്ടൊന്നും പുറത്ത് വരാത്ത രീതിയിൽ. പത്തീലി മേ ഊഫാൻ ആനെ സെ ടെക്കന ഊപ്പർ ഉഠ് ജാത്താ ഹെ और പാനി ബാഹർ ടബക് ജാത്താ ഹെ. അത് എങ്ങനെയാണ് കരയുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ, നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് സ്റ്റവിൽ വെക്കുമ്പോൾ അതിൻ്റെ തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മൂടി വയ്ക്കും. പക്ഷെ എന്നാൽ പോലും തിളച്ചിങ്ങനെ പൊങ്ങി വരുമ്പോൾ ആ മൂടിയും പൊക്കിക്കൊണ്ട് ഈ വെള്ളം തിളച്ചിങ്ങനെ പൊങ്ങി വരും. അതാണ് ഇവിടെ പറയുന്നത്. കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം എങ്ങനെയാണോ തിളച്ച് വരുന്നത് അതേപോലെ തന്നെയാണ് കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരുന്നത്. നിരാശ പിടനേക്കെ ബൈ അവർ ഉദ്യേഗ് സെ റോനേക്ക ഉഫാൻ ആത്താത. നിരാശയുണ്ട്, ലെറ്റർ പോയിൻ്റെ നിരാശ. അതുകൂടാതെ എന്താണ്, പിടനേക്ക ബൈ അടി കിട്ടുമോ എന്നുള്ള പേടി. അവർ ഉദ്യേഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വല്ലാതെ ഡിസ്റ്റർബായി. അപ്പോൾ എല്ലാം കൊണ്ടും എന്താണ്, റോനേക്ക ഉഫാൻ, അതെല്ലാം കൊണ്ട് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരുന്നു. പൽക്കോം കെ ടക്നെ ഭീത്തരി ഭാവോം കോ രോക്കനെ കാ പ്രയത്നം കർത്തേത്. പൽക്കോം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുടച്ച് ഉള്ളിലുള്ള പേടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പർ കപ്പോലോം പർ ആസു ഡുലക് ഹി ജാത്തേതേ. പക്ഷേ എന്താണ്, കപ്പോൾ എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങളിൽ കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശ്രമിക്കുന്നുണ്ട് കരയാണ്ടിരിക്കാൻ, പക്ഷേ ടെൻഷനും പേടിയെല്ലാം കാരണം കണ്ണിൽ നിന്ന് ഇങ്ങനെ കവിളിലൂടെ കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടേയിരുന്നു. മാക്കി ഗോദുക്കി യാദാത്തീതി. പെട്ടെന്ന് എന്താണ്, അമ്മയുടെ ആ മടിയിൽ കിടക്കുന്നതായിട്ട്, മടിയിലിങ്ങനെ കിടക്കുന്നതായിട്ട് ഓർമ്മ വന്നു. ജി ചാത്താതാക്കി മാ ആക്കർ ചാത്തീസെ ലഗാലെ. മനസ്സിങ്ങനെ ആഗ്രഹിച്ചു, അമ്മ വന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലോ. അവർ ലാഡ് പ്യാർ കർക്കെ, വളരെ സ്നേഹത്തോടു കൂടി ഖദേക്കി പറയും, കൊയ് ബാത് നെഹി, കുഴപ്പമൊന്നുമില്ല. ചിട്ടിയാൻ ഫിർ ലിഗ്ലി ജായേഗി. കത്തുകളല്ലേ, കത്തുകൾ വീണ്ടും എഴുതാലോ, അതൊന്നും സാരില്ല എന്ന് അമ്മ പറയുന്നതായിട്ട് പറഞ്ഞിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു. നമ്മളങ്ങനെയാണല്ലോ, എന്തെങ്കിലും പെട്ടെന്ന് വിഷമമൊക്കെ ഉണ്ടാകും, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അമ്മയുണ്ടായിരുന്നെങ്കിലോ അടുത്തെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. തബിയത്ത് കർത്തി ദേക്കി കുവേമേ ബൗസി മിട്ടി ഡാൽ ദീ ജായേ. എൻ്റെ ശരീരം ഇങ്ങനെ ആഗ്രഹിച്ചു, ശരീരവും മനസ്സും എന്താണ് ആഗ്രഹിച്ചത്, അവ കിണറ്റിലേക്ക് കുറച്ച് മണ്ണ് വാരിയിട്ടിട്ട് और घर जाकर कह दिया जाए. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാം, ചിട്ടി ഡാലായേ, ലെറ്ററൊക്കെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലിട്ടു. पर उस समय मैं झूठ बोलना जानता ही न था. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ നുണ പറയാനായിട്ട് എനിക്ക് അറിയാനേ ഉണ്ടായിരുന്നില്ല. घर लौटकर सच बोलने पर रूही की तरह धुनाई होती. ഇനി വീട്ടിൽ ചെന്നിട്ട് സത്യം എങ്ങാനും പറഞ്ഞാലോ, രൂയി എന്ന് പറഞ്ഞാൽ പഞ്ഞിൻ്റെ പോലെ പിഴിഞ്ഞെടുക്കും ആര്, ബായി. അത് ഓർത്തിട്ട് സത്യവും പറയാൻ പറ്റില്ല, നുണ പറഞ്ഞിട്ടുള്ള ശീലവുമില്ല. മാർക്കെ ഗ്യാൽ സെ ശരീർ ഹി നഹി മൻ ഭി കാം ജാത്താ ഥാ.
പേടി കാരണം എന്താണ്, ശരീരം മാത്രമല്ല മനസ്സും വിറയ്ക്കുന്നുണ്ടായിരുന്നു. സച്ച് ബോൾക്കർ പിട്നേക്കെ ഭാവി ബൈ और झूठ बोलकर चिट्ठियों के न पहुंचने की जिम्मेदारी के बोझ से दबा में बैठा सिसक रहा था. സത്യം പറഞ്ഞാൽ പിട്നേക്ക് ഭാവി അടി കൊള്ളുമെന്ന് ഉറപ്പാണ്, ആ പേടിയുണ്ട്. അവർ ചൂട്ട് ബോൾക്കർ നുണ പറഞ്ഞാലോ, ചുട്ടിയോക്കെ എന്നാ പൗഞ്ചിനേക്ക് ജിമ്മദാരി, ലെറ്റർ അവിടെ എത്തിയിട്ടില്ല, അതൊരു ലെറ്റർ തന്നു വിട്ടത് അതൊരു ഉത്തരവാദിത്വ, ജിമ്മദാരി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതവിടെ ലെറ്റർ എത്തിയില്ലെങ്കിൽ അതൊരു തൻ്റേതായ കർത്തവ്യം ഇല്ലാണ്ടാവും. അപ്പോൾ നുണ പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാലോ ഭായിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്നുള്ള പേടി. അപ്പോൾ ഇതെല്ലാം കൊണ്ട്, ഇങ്ങനെയുള്ള ആ ടെൻഷൻ കൊണ്ട് മേ ബൈറ്റ സിസക് രഹാദ, അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്താണ്, സത്യം പറഞ്ഞാൽ അടിക്കുമോ എന്നുള്ള പേടിയും, അതുപോലെ തന്നെ നുണ പറഞ്ഞാൽ തൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഞാൻ ഇല്ലാണ്ടാക്കി എന്നുള്ള ടെൻഷനും എല്ലാം കൊണ്ടും അവിടെ ഇരുന്ന് ഞാനിങ്ങനെ കുറേ നേരം കരഞ്ഞു. ഇസി സോച്ച് വിചാർമേ 15 മിനിറ്റ് ഹോനേക്കോ ആയേ. ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് എത്ര നേരമായി, 15 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞു. 15 മിനിറ്റായി ഇങ്ങനെ ആലോചിച്ച് 15 മിനിറ്റ് കഴിഞ്ഞു. ദേർ ഹോ രഹി തി, ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അവർ ഉദർ ദിൻക ബുഡാപ്പ ബെഡ്താ ജാത്താ. ദിൻക ബുഡാപ്പ എന്ന് പറഞ്ഞാൽ രാത്രിയാകാൻ തുടങ്ങി, സന്ധ്യയാകാൻ തുടങ്ങി. കഹി ബാഗ് ജാനേക്കോ തബിയത്ത് കർത്തി തി, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ശരീരം ആഗ്രഹിച്ചു. പർ പിടനേക്ക ബൈ അവർ ജിമ്മദാരിക്ക് ദുദാരി. പക്ഷേ എന്താണ്, അടി കിട്ടുമെന്നുള്ള പേടിയുമുണ്ട്. ദുദാരി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് ലെറ്റർ ഏൽപ്പിച്ച ബായിയുടെ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അതിൻ്റെ ഒരു ദുദാരി. ഇതെല്ലാം കൊണ്ട് തൽവാർ കലേജെ പർ ഫിർ രഹീദി, എന്താണ്, ഇങ്ങനെ തലയിൽ തൽവാർ കലേജെ പർ ഫിർ രഹീദി എന്ന്, ഇങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ, അതായത് എന്ത് ചെയ്യേണ്ടതെന്ന്. കലാജ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്, ലിവർ എന്നാണ് അർത്ഥം. ശരി, ഇതിൻ്റെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മനസ്സങ്ങനെ ആകെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്നുള്ള പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിലിങ്ങനെ വന്നിട്ട് ആകെ ടെൻഷനായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരുന്നു എന്ന്. ദൃഢസങ്കൽപ്പ് സേ ദുവിധാ കി ബേട്ടിയാം കട്ട് ജാത്തി ഹെ. പിന്നെ എന്താ പറയുന്നത്, ദൃഢസങ്കല്പം കൊണ്ട് ഈ കൺഫ്യൂഷനൊക്കെ മാറിപ്പോയി. അതായത് മനസ്സ് സ്ട്രോങ് ആക്കിയാൽ എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സ് ദുർബലമാകുമ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യണം, എല്ലാം നഷ്ടമായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മനസ്സിലൊരു എനിക്കത് പറ്റും എന്നൊരു ദൃഢസങ്കല്പം ഉണ്ടെങ്കിൽ പിന്നെ കഷ്ടതകളൊന്നും ഒരു പ്രശ്നമല്ല. മേരി ദുവിധാബി ദൂർ ഹോ ഗയി, അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ കിട്ടി, എനിക്കൊരു ഐഡിയ കിട്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുവമേ ഗുസ്കർ ചിട്ടിയോങ്കോ നിക്കാളിനേക്കാ നിശ്ചയിക്കുക, കിണറ്റിലിറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ലെറ്റർ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കിത്തന ഭയങ്കര നിർണയം, വല്ലാത്തൊരു നിർണയമായിരുന്നു അത്. पर जो मरने को तैयार हो उसे क्या, പക്ഷേ ഒരാൾ മരിക്കാനായിട്ട് സ്വയം മരിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഇനി എന്ത് നോക്കാനാണ്. മൂർഖത അഥവാ ബുദ്ധിമത, ഒന്നില്ലെങ്കിൽ വിഡ്ഢിത്തം അല്ലെങ്കിൽ വളരെ ബുദ്ധിശാലി എന്ന് പറയും. किसी काम को करने के लिए कोई मौत का मार्ग ही स्वीकार कर ले. ഒന്നില്ലെങ്കിൽ പറയും ഇത് വിഡ്ഢിത്തമാണെന്ന് പറയും, ഇവൻ വലിയ എന്താണ് ഭയങ്കര വിഡ്ഢിത്തമാണ് കാണിച്ചു പോയത്. ചിലർ പറയും ഇവൻ ഭയങ്കര ധൈര്യം കാണിച്ചു, വിജയിച്ചു എന്ന് പറയും. പക്ഷേ താനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ സ്വയം മരിക്കാൻ, ഞാൻ മരിക്കുമെന്ന് ഞാനിതിൽ പുറപ്പെട്ടാൽ എനിക്ക് മരണം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാൽ പോലും അയാൾ എന്ത് ചെയ്യും, അത് ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇവൻ ഭയങ്കര വിഡ്ഢിയാണ്, മരിക്കുമെന്ന് ഉറപ്പായിട്ട് അവൻ അത് ചെയ്തു എന്ന് പറയും. പക്ഷേ വിജയം കണ്ടാൽ പറയും ഭയങ്കര ധൈര്യശാലിയാണ്, അവന് ഭയങ്കര ബുദ്ധിയുണ്ടെന്നും പറയും. പക്ഷേ വൗബി ജാൻബുജ്കർ, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. തോ ഫിർ വോ അക്കേല സംസാർ സെ പിടനേക്കോ തയ്യാർ ഹോ ജാത്ത ഹൈ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ലോകത്തെ തന്നെ ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി അവനെല്ലാം
മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാണ്ട് സ്വയം ആ റിസ്ക് എടുക്കാൻ തയ്യാറാവും. ഓർഫാൽ. പക്ഷേ ഈ റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഓർഫാൽ. ആ റിസൾട്ട് എന്താണെന്ന് അവൻ ചിന്തിക്കില്ല. ഉസ് ഫൽക്കി ക്യാ ചിന്ത. റിസൾട്ട് എന്താണെന്ന് അവൻ അറിയണ്ട. അവനത് അവൻ്റെ ആ ഉത്തരവാദിത്തം നിറവേറ്റിയാൽ മതി. ഫൽത്തോ കിസി ദൂസരി ശക്തി പർ നിർഭർ ഹെ. അതിൻ്റെ റിസൾട്ട് വേറൊരു ശക്തിയിലാണ് ശക്തിയിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ദൈവം തരും എന്നാണ് ഇവിടെ പറയുന്നത്. ഉസ് സമയം ചിട്ടിയാം നിക്കാലിനെ കേലിയെ മേ വിഷദർ സെ ബിഡനേക്കോ തയ്യാർ ഹോകയ. ആ സമയത്ത് ആ ലെറ്റർ എടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്തിനു തയ്യാറായി? ആ പാമ്പിനോട് ഫൈറ്റ് ചെയ്യാൻ, ബിഡന എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായി. കാര്യം എന്താണ്? എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് അവിടെ നിന്ന് എടുക്കുക എന്നുള്ളത്. ബായി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എനിക്ക് നിറവേറ്റണം. അപ്പോൾ അതിൽ ഞാൻ ആ റിസ്ക് ഏറ്റെടുത്താൽ ചിലപ്പോൾ ഞാൻ മരിക്കാം, പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കാം. പക്ഷേ എന്താണ്, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. റിസൾട്ടിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. പാസാ ഫേങ് തീയതാ. പാസാ ഫേങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തീരുമാനിക്കുക, കൊയിൻ എറിഞ്ഞിട്ട് നോക്കുമല്ലോ, അതിനാണ്. എന്തായാലും തീരുമാനിച്ചു. മൗത്ത് കാ ആലിംഗൻ ഹോ അഥവാ സാമ്പ് സെ ബച്ച്കർ ദൂസറ ജന്മം. ഒന്നില്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവും. മരണത്തെ ആലിംഗൻ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്നർത്ഥം. അപ്പം മരണത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ സാമ്പ് സെ ബച്ച്കർ പാമ്പിൽ നിന്നും രക്ഷപ്പെട്ട് ദൂസറ ജന്മം രണ്ടാമതൊരു ജന്മം. ഇസ്കി കോയി ചിന്താനാദി. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചേയില്ല. പർ വിശ്വാസ് ജൗദാക്കി. പക്ഷേ വിശ്വാസമുണ്ടായിരുന്നു. ടണ്ടേസെ സാബ്കോ പഹലെ മാർദൂങ്ക. വടി കൊണ്ട് ആദ്യം തന്നെ ഞാൻ പാമ്പിനെ തല്ലിക്കൊല്ലു. തോ ഫിർ ചിട്ടിയാ മൂടാലോ. അങ്ങനെ ഞാൻ പിന്നെ ലെറ്റർ എടുക്കും. ഇതായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഐഡിയ. ബസ് ഇസി ദൃഢവിശ്വാസ് കെ ബൂത്തേപ്പർ. ഈ ഒരു ദൃഢവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെനെ കുവേമേ ഗുസ്നേക്കി ഡാനി ആ കുവയിലേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ചോട്ട ബായി രോത്താത. ചെറിയ ബായി എന്താണ് ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ്, അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉസ്കെ റോനെ കാ താൽപര്യതാക്കി മേരി മൗത്ത് മുജേ നീച്ചെ ബുലാ രഹി ഹെ. അവൻ എന്തിനാണ് കരയുന്നത്? അവന് മനസ്സിലായി എൻ്റെ മരണം എന്നെ താഴെ വിളിക്കുന്നു എന്ന്. അതായത് താഴെ പോയി ലെറ്റർ എടുത്തുകൊണ്ട് വരുമ്പോൾ പാമ്പിൻ്റെ കടിയേക്കും, അപ്പം മരിക്കും. അതൊക്കെ ഓർത്തിട്ട് ബായി അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. യദ്യപി ശബ്ദവും സേ നാ കേത്തത്. അവൻ വാക്കുകളുണ്ടൊന്നും പറയുന്നില്ല. വാസ്തവമേ മൗത്ത് സജീവ് ഔർ നഗ്നരൂപമേ കുവേമേ ബൈട്ടീതി. അവൻ വാക്കുകളായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ മരണം വളരെ സജീവമായിട്ട് ഒരു നഗ്ന രൂപത്തിൽ ആ കിണറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പർ ഉസ് നഗ്ന മൗത്ത് സേ മുഡ് ബേഡ് കെ ലിയെ മുജേ ബി നഗ്ന ഹോനാ പടാ ചോട്ടാ ബായി ബി നഗ്ന ഹുവ. പക്ഷേ എന്താണ്, ആ നഗ്ന സത്യത്തിൽ നിന്നും എനിക്കും നഗ്നനാകേണ്ടി വന്നു. അതുപോലെ തന്നെ എന്താണ്, എൻ്റെ ബായിക്കും നഗ്നനാകേണ്ടി വന്നു. മുടബേടെന്ന് പറഞ്ഞാൽ നേരിടുക എന്നർത്ഥം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? നഗ്നനാകേണ്ടി വന്നു എന്ന് പറയാൻ കാര്യം എന്താണ്? ഏക്ക് തോത്തി മേരി. അതായത് ഡ്രസ്സ് ഊരി എന്നർത്ഥം. എന്തിനു വേണ്ടിയിട്ട്? ഇട്ടിരുന്ന ധോത്തി ഞാൻ ഊരി, എൻ്റെ ഒരെണ്ണം. ഏക്ക് ചോട്ടെ ബായിക്ക്. പിന്നെ ചെറിയ ബായിയുടെയും ധോത്തി ഊരി. ഏക്ക് ചനേവാലി. പിന്നെ അമ്മ കടല പൊതിഞ്ഞു വന്ന ആ ധോത്തി എടുത്തു. ദോ കാനോം സെ ബന്ദി ഹുയി ധോത്തിയ. രണ്ട് ചെവിയിൽ, രണ്ടുപേരും ചെവി അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച രണ്ട് ധോത്തികൾ. ധോത്തിയ 5 ധോത്തിയ. അപ്പോൾ എത്ര ധോത്തിയായി? 5 ധോത്തികളായി. അവർ കുച്ച് രസി മിലാക്കർ. പിന്നെ അവിടെ കിടന്ന കുറച്ച് കയറൊക്കെ കൂട്ടിക്കെട്ടി. കുവയ്ക്ക് ഗഹരായി കേലിയെ കാഫി ഹുയി. കിണറിൻ്റെ അടിയിലേക്ക് ഇറങ്ങാനുള്ള അത്രം നീളമായി. അതായത് ഈ 5 ധോത്തികളൊക്കെ ഓരോന്നിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടി, പിന്നെ കയറും കൂട്ടിക്കെട്ടി ആ കിണറ്റിലേക്ക് അതിൽ പിടിച്ചിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ് ഇവർ പറയുന്നത്. ഹം ലോഗോനെ ധോത്തിയ ഏക്ക് ദൂസരെ സെ ബാന്തി और खूब खींच कर ആസ്മ ലിയാക്കി ഗാണ്ടേ ഖടി ഹേ യാ നഹി. ഞങ്ങൾ എന്ത് ചെയ്തു? ഓരോ ധോത്തികൾ തമ്മിൽ കൂട്ടി കെട്ടി. ഗീഞ്ചിക്കെന്ന് പറഞ്ഞാൽ എന്നിട്ട് ടൈറ്റ് ചെയ്ത് നോക്കി. ഈ ധോത്തികൾ കൂട്ടിക്കെട്ടിയ വശം ടൈറ്റ് ആയിരിക്കണമല്ലോ, അഴിഞ്ഞെങ്ങാനും പോയാൽ പിന്നെ അവിടെ കിടക്കുമല്ലോ, കിണറ്റിൻ്റെ ഉള്ളിൽ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇതിങ്ങനെ കൂട്ടിക്കെട്ടി, ഓരോന്ന് കൂട്ടിക്കെട്ടിയിട്ട് അത് ഗീഞ്ചെന്ന് പറഞ്ഞാൽ ടൈറ്റ് ചെയ്യുക. അസ്മാലിയ എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തി.
ഇതെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തു. അസ്മ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യാം, ഉറപ്പ് വരുത്തി. ഗാണ്ടേ എന്ന് പറഞ്ഞാൽ ഈ കെട്ടുകൾ കടി ഹേ യാ നഹി, ടൈറ്റാണോ ഇല്ലേ എന്ന്. ഗാണ്ടേ എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റുകൾ, കടി എന്ന് പറഞ്ഞാൽ ടൈറ്റാണോ ഇല്ലേ എന്നൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, ഉറപ്പ് വരുത്തി. അപ്നി ഓർ സേ കൊയ് ധോക്കാ കാ കാംന രക്ക. ഇനി ഒരു മണ്ടത്തരം പറ്റരുതല്ലോ, നമ്മുടെ ഭാഗത്തുനിന്നൊരു എന്താ പറയുക, തെറ്റൊന്നും പറ്റരുതല്ലോ, മണ്ടത്തരം പറ്റരുതല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കി. ധോത്തിക്ക് ഏക് സിരേ പർ ടണ്ട ബാന്ത. എന്നിട്ട് എന്ത് ചെയ്തു, ധോത്തിയുടെ കൂട്ടിക്കെട്ടിയ ധോത്തിയുടെ ഒരറ്റത്ത് ഈ വടി കെട്ടിവെച്ചു. അവർ ഉസേ കുവമേ ഡാൽ ദിയ. അത് ആ വടി എന്ത് ചെയ്തു, ആ കെട്ടിയ വടി നേരെ കുവയിലേക്ക് ഇട്ടു, കിണറ്റിലേക്ക് ഇട്ടു. ദൂസരെ സിരേക്കോ ടേങ്ക്, മറ്റേ ടേങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിയാണ്, ഒരു വടി. അതെന്ത് ചെയ്തു, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, വ ലക്കടി ജിസ്പർ ചരസ്പുർ ടിക്താഹെ. അതായത് കുറ്റി പോലെയുള്ളത്, അതായത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടും. അതിനാണ് പറയുന്നത് ചാരോ മോറെ ചക്കർ ദേക്കർ. ആ കുറ്റിയിലേക്ക് ഇതിങ്ങനെ ചുറ്റി ഈ കയറ് കെട്ടി ഒരറ്റം. ഏക്ക് ഗാണ്ട് ലഗാക്കർ ചോട്ടെ ബായിക്കോ ദേ ദിയ. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു അറ്റം ചെറിയ ബായിയുടെ കയ്യിൽ കൊടുത്തു. ചോട്ട ബായി കേവൽ 8 വർഷക്കാത. അവനൊരു 8 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പിടിക്കാനുള്ള ബലമൊന്നും അവനുണ്ടാവില്ല. അപ്പോൾ ഈ കുറ്റിയിൽ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇസിലെ ധോത്തിക്ക് ടെങ്ക് സേ കടി കർക്കെ ബാന്ത് ദിയ അവർ തബ് ഉസേ ഗൂബ് മസ്പൂസി സേ പകടനെ കെ ലിയെ കഹ. അവനിത് കുറച്ചും കൂടി, അവന് ചെറിയ കുട്ടിയായത് കാരണം അത്ര വെയിറ്റ് ഒന്നും താങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനൊരു പിടുത്തം കുറച്ചും കൂടി ശക്തിയായി പിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മേ കുവേ ധോത്തിക്ക് സഹാരെ ഗുസ്നെ ലഗ. ഞാൻ എന്ത് ചെയ്തു, ഈ ധോത്തിയുടെ സഹായത്തേക്ക് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ചോട്ടെ ബായി രോനെ ലഗ. ചെറിയ ബായി എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ടുണ്ട്, അത് കാണുക. താങ്ക് യു.